അകാലനരയും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടി ഈ ചെമ്പരത്തി കൊണ്ട് ഒരു താളി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. പക്ഷെ ആരും അതിനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് താളി ഉണ്ടാക്കുന്നത്. ചെമ്പരത്തിയുടെ പൂവും ഇലയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി കൈയും വെച്ച് നരടി എടുക്കണം. അപ്പോൾ ഒരു പശപശപ്പ് പോലെ ഇങ്ങനെ കൊഴുത്ത ലായനി വരും. അതിൻ്റെ കൂടെ ഒരിത്തിരി റൈസ് വാട്ടറും കൂടി ചേർത്തിട്ട് ഒരു തുണിയിലിട്ട് അരിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കിതിലോട്ട്. വെള്ളമൊഴിച്ച് ഇത് കൈകൊണ്ട് നല്ലോണം ഞരടി എടുക്കണം. ഇത് നല്ലൊരു കൊഴുത്ത ലായനിയായിട്ട് വന്നത് വരെ ഞരടാം. മിക്സിയിലിട്ട് അടിച്ചാലും മതി. ഞാനിപ്പോൾ മിക്സിയിലിട്ട് അടിക്കുന്നില്ല. കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് തേച്ച് പിടിപ്പിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് റൈസ് വാട്ടറും കൂടി ചേർക്കണേണ്. റൈസ് വാട്ടറും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പീച്ച് എടുക്കാം ഇങ്ങനെ. എന്നിട്ടൊരു തുണിയിലിട്ട് നമ്മൾ ഇതിനെ അരിച്ചെടുക്കും. ഇതൊരു തുണിയിലിട്ട് നമ്മൾ അരിച്ചെടുക്കണേണ്. ഇത് തേക്കുമ്പോഴത്തേക്കും തലയിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ തേക്കണം. എന്നിട്ട് വേണം ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, സോപ്പ് ഉപയോഗിക്കരുത്. വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. സോപ്പൊക്കെ കെമിക്കലാണ്. അത് ഉപയോഗിക്കണേക്കാൾ നല്ലത് ഈ താളി ഉപയോഗിച്ച് നല്ലോണം ഒന്ന് വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. അതായിരിക്കും നല്ലത്. ഇത് കണ്ട ഈ ഒരു പരുവത്തിലാകുത്. തലയിലോട്ട് അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കഴുകിക്കളയാം.